ഇപ്പോൾ അഫാന്റെ അമ്മ ചികിത്സയിൽ കഴിയുന്ന ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, അവിടെ അമ്മ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അഫാന്റെ സഹോദരൻ മരണപ്പെട്ട അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരുടെ മൃതദേഹവും അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടോ ലിജോ? ദിവ്യ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതായത് 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ അമ്മ മാത്രമാണ് രക്ഷപ്പെട്ടത്. അമ്മ ഷെമി ഇപ്പോൾ ചികിത്സയിലുള്ള ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഞാനുള്ളത്. അല്പസമയം മുൻപ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മയുടെ ആരോഗ്യനില കുറച്ചും, അതായത് ഈ മരുന്നുകളോടും മറ്റും പ്രതികരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ തന്നെ DYSP ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ചിറയൻകീഴ് സിയുടെ നേതൃത്വത്തിൽ ഉള്ള പോലീസ് സംഘം ഉൾപ്പെടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അമ്മയുടെ സംബന്ധിച്ചുള്ള കാര്യം ഏറ്റവും നിർണായകമാണ്. എന്താണ് അമ്മ പറയുന്നത്, അക്കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമാകുക. ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും പോലീസ് അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാതെ പോവുകയും ചെയ്തുകൊണ്ട് ഇനി ഒരുപക്ഷെ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ പ്രതിയായിട്ടുള്ള അഫാന്റെ അമ്മ ഷെമിക്ക് തന്നെയായിരിക്കും. കാര്യം അവർ പലതരത്തിലുള്ള ചികിത്സയിലാണ്, നേരത്തെ തന്നെ ക്യാൻസർ ബാധയെ ചികിത്സയിൽ തുടരുകയായിരുന്നു. അതിനൊപ്പം തന്നെ ഇത്തരത്തിലൊരു ആഘാതം കൂടെ ഉണ്ടാകുക തന്നെയാണ് ഏറ്റവും പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കൊല ചെയ്യപ്പെട്ട ഈ അഫ്സാനും ഒപ്പം തന്നെ ഈ അഫാന്റെ സുഹൃത്തായിട്ടുള്ള ഫർസാൻ എന്നിവരുടെ മൃതദേഹവും ഇവിടെയാണ് സൂക്ഷിച്ചേക്കുന്നത്. അതിൻ്റെ ആ ഇൻക്വസ്റ്റ് നടപടികളും മറ്റു കാര്യങ്ങൾക്കുമായിട്ടൊക്കെ ഇപ്പോൾ പോലീസ് ആ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും മറ്റ് ആ കാര്യങ്ങൾ, ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഈ ഇവിടുത്തെ ഇൻക്വസ്റ്റ് നടപടികൾ, അതായത് ചിറയൻകീഴ് സിയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ മാറ്റുകയും ചെയ്യും. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ക്രമങ്ങൾ നടക്കുക. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത്, അതായത് മൃതദേഹ പരിശോധന, മറ്റു കാര്യങ്ങൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം അതായത് അധികം വൈകാതെ തന്നെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹങ്ങൾ മാറ്റുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും ഇനി നിർണായകമായി വരേണ്ടിയിരിക്കുന്നത്, കാരണം ഈ ആക്രമണത്തിൽപ്പെട്ട ഒരേ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത്. അത് ഈ പ്രതിയായിട്ടുള്ള അഫാന്റെ അമ്മയായിട്ടുള്ള ഷെമിയാണ്. ഇനി അഫാന്റെ അമ്മ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷെമി ഈ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. അധികം വൈകാതെ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആശുപത്രി ഔദ്യോഗികമായി തന്നെ ഇവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഒരു മെഡിക്കൽ ബുള്ളറ്റിന് അതുപോലെ ഇറക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതിലായിരിക്കും എത്രത്തോളം പരിക്കേറ്റിട്ടുണ്ട്, എന്താണ് അവരുടെ ഒരു അവസ്ഥ, ഇപ്പോഴും ICUവിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടാനുള്ള സാധ്യത എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ്. പോലീസും വലിയ പ്രതീക്ഷയോട് തന്നെ, കാര്യം പോലീസ് ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. കാര്യം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഷെമിക്ക് ഓർമ്മയിലേക്ക്, അതായത് ഒരു സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളൊരു പ്രധാന കാര്യം കൂടെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ദിവ്യ. യെസ്, ലിജോ പറഞ്ഞതുപോലെ അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി വളരെ നിർണായകമാണ്. ആരോഗ്യനില നേരിയ തോതിൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ ഷെമിയുടെ മൊഴിയെടുക്കാൻ സാധിച്ചേക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഈ കൊലപാതകങ്ങളുടെ ചുരുൾ അഴിഞ്ഞേക്കും. ഒരുപക്ഷെ വെറും പണത്തിന് വേണ്ടിയാണോ അഫാൻ ഈ 5 കൊലപാതകങ്ങളും നടത്തിയത്, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നോ, പ്രതി ലഹരിക്കടിമയായിരുന്നു എന്നതിലൊക്കെ ഉമ്മ ഷെമിയുടെ മൊഴി വളരെ നിർണായകമാണ്. ഉമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുണ്ടോ എന്ന ആശ്വാസകരമായ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ മറ്റ് 2 പേരുടെ, പ്രതിയുടെ സഹോദരന്റെയും പെൺസുഹൃത്തിന്റെയും മൃതദേഹം അവിടെ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കും കടക്കേണ്ടതുണ്ട്. ലിജോ റോളൻസ് ആണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ വേഗത്തിൽ ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി.